ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ റെസിപ്പി ചിക്കൻ കട്ട്ലേറ്റ് ആണ്. ബേക്കറിയിലെല്ലാം കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് വീട്ടിൽ കട്ട്ലേറ്റ് ഉണ്ടാക്കാം. ഇത് പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമായിട്ട് അടിപൊളി ടേസ്റ്റാണ്. ഇത് നമുക്ക് പാർട്ടികളെല്ലാം വരുമ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. കൂടാതെ ഇതൊരു ഇഫ്താർ സ്നാക്കും കൂടിയാണ്. ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം. എന്നിട്ട് ആവശ്യത്തിന് എടുത്തിട്ട് ഫ്രൈ ചെയ്താൽ മതി. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഇതുപോലൊരു ക്യാരറ്റ്, പിന്നെ 3 പൊട്ടറ്റോ, പിന്നെ 2 സവാള, പിന്നെ ഇതുപോലെ മല്ലിയില, കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ഞാനൊരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കുക. ഇനി നമുക്ക് ഇതുപോലെ പൊട്ടറ്റോ കട്ട് ചെയ്തെടുക്കാം. കുറച്ച് വലിയ സൈസാക്കിയിട്ട് കട്ട് ചെയ്യാം. പിന്നെ ക്യാരറ്റും കൂടി കട്ട് ചെയ്തെടുക്കാം. ക്യാരറ്റ് ഈ ഒരളവിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇതെല്ലാം ഒരു കുക്കറിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിപ്പിച്ചിട്ട് എടുക്കണം. അപ്പം ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. പിന്നെ ഇതുപോലെ ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് മൂടി വെക്കണം. ഇനി ഇത് വേവിപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. ഞാനിവിടെ 4 വിസിൽ അങ്ങനെ വെക്കുന്നുണ്ട്. ഇത് ഓരോ കുക്കറിനനുസരിച്ചിട്ട് വ്യത്യാസം വരും. ആവുന്ന ടൈമിൽ ചിക്കൻ വേവിപ്പിച്ചിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇതുപോലെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് വേവിപ്പിച്ചിട്ട് എടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൈ ചെയ്യാം. അപ്പം കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. ഞാനിവിടെ എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് വേവിപ്പിച്ചിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് 2-3 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ചെറിയ ജീരകം ഇട്ട് പൊട്ടിക്കണം. പിന്നെ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് സവാള കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് നല്ല രീതിയിൽ സോട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ആക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണിൻ്റെ അടുത്ത് മല്ലിപ്പൊടി, അതുപോലെ 1 ടീസ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, സെയിം 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഈ പൊടികളെല്ലാം പച്ചമണം മാറിക്കിട്ടണം. പിന്നെ വേവിപ്പിച്ച ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഉടഞ്ഞ് വരണം. ആ ഒരു രീതിയിൽ വേണം വേവിപ്പിച്ചിട്ട് എടുക്കാൻ. ഇനി ഇത് മസാലയായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് ഉടച്ച് ഇതുപോലെ ആക്കിയെടുക്കാം. ഈ ടൈമിൽ ചിക്കന് ഒന്ന് മിക്സിയിലിട്ടിട്ട് കറക്കിയെടുക്കണം. ജസ്റ്റ് 1 സ്പീഡിൽ ഒന്ന് കറക്കിയെടുത്താൽ മതി. 1 സെക്കൻഡ് തന്നെ വേണ്ട. ഇനി ചിക്കന് മസാലയിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഇത് മസാലയായിട്ടൊന്ന് മിക്സായിട്ട് കിട്ടിയാൽ മതി. പിന്നെ ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കണം. അപ്പം അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് മസാല വേണ്ടത്. ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ കൂടി പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ബ്രെഡ് ക്രംസ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടൊരു മിക്സി എടുത്തിട്ട് ഇതുപോലെ ബ്രെഡ് പീസസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നല്ല രീതിയിൽ പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ബ്രെഡ് ക്രംസ് റെഡിയായി. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി കട്ട്ലേറ്റ് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മുട്ടേൻ്റെ മിക്സ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 മുട്ട എടുത്ത് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാൽ ചേർത്ത് കൊടുക്കുക. 1/4 കപ്പ് മതിയായിരിക്കും. ഞാൻ 1/2 കപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതുപോലെ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലേറ്റ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതുപോലെ കുറച്ച് മസാല എടുത്തിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് എടുക്കുക. ഇത് ചെയ്യുമ്പോൾ കയ്യിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്താൽ ഇത് ഒട്ടിപ്പിടിക്കില്ല. ഇങ്ങനെ എല്ലാ ബോൾസും ചെയ്തെടുക്കാം. എന്നിട്ട് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കി കൊടുക്കുക. നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണം ആ ഷേപ്പിലാക്കി കൊടുക്കുക. അപ്പം എല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
ഇനി ഇത് മുട്ടയിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക. ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുമ്പോൾ മറ്റേ കൈ ഉപയോഗിക്കുക. അങ്ങനെ 2 കൈ വെച്ചിട്ട് ചെയ്താൽ ബ്രെഡ് ക്രംസ് പോവില്ല. അല്ലെങ്കിൽ മുട്ടേൻ്റെ മിക്സും ബ്രെഡ് ക്രംസും കൂടി കട്ട പിടിച്ചിട്ട് ശരിക്കും ഒട്ടിപ്പിടിക്കില്ല. അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഒരു സ്പൂണാട്ടം വെച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിതാ എല്ലാം അതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കട്ട്ലേറ്റ് റെഡിയായി. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കുക, ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ. ഇനി ഫ്രൈ പാന് ചൂടാക്കിയിട്ട് അതിലത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഓരോന്നായിട്ട് കട്ട്ലേറ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ആദ്യം ഇടുമ്പം കുറച്ച് ഇട്ട് കൊടുത്താൽ മതി, ഒരു 2 എണ്ണം അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പം കുറേ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഇടുമ്പം ചിലപ്പം പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പം ആദ്യം 1-2 എണ്ണം ഇട്ട് ഫ്രൈ ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ള ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ബാച്ചും ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതും കൂടി ഫ്രൈ ചെയ്ത് എടുക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതൊരു റെഡിഷ് ബ്രൗൺ കളറിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുന്നുണ്ട്. ഇതിന് നല്ല ടേസ്റ്റാണ്. എല്ലാവരും കട്ട്ലേറ്റ് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഇത് നല്ല ബേക്കറി സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പം ഇതുപോലെ ഉണ്ടാക്കിയാൽ ഒരിക്കലും ഫെയിലാവില്ല. ഇനി ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതാ ഇതിൻ്റെ ഉൾഭാഗമെല്ലാം നല്ല സോഫ്റ്റായിട്ടാണ് ഉണ്ടാവുക. കുറേ ചിക്കൻ എടുത്തുകൊണ്ട് നല്ലോണം ചിക്കൻ്റെ ഫ്ലേവർ ഉണ്ടാവും. ഇത് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ക്രിസ്പിനെസ്സിൻ്റെ സൗണ്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.